ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അക്കാമ്മ വളരെ ദേഷ്യത്തോടു കൂടി പറയാണ്, എടാ ഗോപാല, എനിക്ക് വേണമെങ്കിൽ ഈ ഗണ്ണ് കൊണ്ട് നിന്നെ അങ്ങ് തീർക്കാം, പക്ഷേ ഞാനത് തീർക്കില്ല. കാരണം എന്താണെന്നറിയോ? അത് കേൾക്കുമ്പോൾ സഞ്ജയ്ക്ക് പേടി വരുന്നുണ്ട് കേട്ടോ. തൻ്റെ അച്ഛനെ ഇവർ തീർക്കാനും മടിക്കില്ല. കണ്ടുകൊടുത്തോളം ഈ അക്ഷര എന്ന് പറയുന്നവൾ അത് പേടിക്കേണ്ട ഒരു വ്യക്തി തന്നെ എന്നുള്ള ആ ലെവലിൽ നിൽക്കണം കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എടാ ഗോപാല, വേണമെങ്കിൽ നിന്നെ എനിക്ക് പെട്ടെന്ന് തീർക്കാം, പക്ഷേ ഞാനത് ചെയ്യാത്തത് നീ അങ്ങനെ മരിക്കേണ്ടല്ല. അത്ര ദയ നിനക്ക് തരാൻ പാടില്ല. ഒറ്റയടിക്ക് നീ മരിച്ചു കഴിഞ്ഞാൽ അത് ആപത്താണ്. അതുകൊണ്ട് തന്നെ നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലണം. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യോടാ എന്നും പറഞ്ഞ് ഗണ്ണെന്ന് ചെറുതായി അങ്ങ് നെറ്റിയിലോട്ട് അമർത്തിയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ മുകുന്ദനെയാണ്. മുകുന്ദൻ പതിയെ മഞ്ജുവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ പതിയെ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് മഹിമക്ക് വിളിക്കുകയാണ്. അപ്പോൾ മഹിമ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ ഇവിടെ ഇത്രയും റിസ്ക് എടുത്ത് വന്നത് എന്തായാലും ആപത്തായി. എന്തായാലും അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ആരാണ് ആ ഗുണ്ടകൾ? എനിക്കത് മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പോൾ, ആ ഗുണ്ടകൾ എവിടെ വന്നത്, അത് ആരാണെന്ന് എനിക്കറിയില്ല. അതിപ്പോൾ എന്തിനാ അതറിഞ്ഞിട്ട് എനിക്ക് തിരിച്ചടി കൊടുക്കാൻ ഇനിയൊന്നും മിണ്ടാതിരുന്നേ. എന്നാലും പോലീസ് എങ്ങനെ അവിടെ എത്തി? അതിന് കാരണക്കാരിയ പ്രീതിയാണ്. അതെങ്ങനെ? അവൾ എന്നെ കണ്ടിരിക്കുന്നു, അന്ന് എനിക്കറിയില്ല. അവൾ കണ്ടു, അവൾ പോലീസിനോട് പറഞ്ഞു. പിന്നീട് അക്കാമയാണ് രക്ഷപ്പെടുത്തിയത് എന്നുള്ള സത്യമൊക്കെ പറയുമ്പോൾ മഞ്ജു ആ വഴി വരുന്നു കേട്ടോ. മഞ്ജു ഈ സംസാരം കേൾക്കണേ. അങ്ങനെ മഞ്ജു പതിയെ ഇവരുടെ സംസാരം കേട്ട് മുകുന്ദൻ്റെ പിറകിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് മുകുന്ദനും പറയുകയാണ്, എന്തായാലും നീ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടേണ്ട, ആ പ്രീതിക്ക് നല്ലൊന്നും ഞാൻ കൊടുക്കും എന്ന് വീണ്ടും മഹിമ പറയുന്നുണ്ട്. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുതെന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലേ? ഞാനൊരു മജിസ്ട്രേറ്റ് ആവാൻ പോകുന്ന വ്യക്തിയാണ്. എൻ്റെ ഈ കള്ളക്കളിക്കൊക്കെ കൂട്ടു നിൽക്കുന്നത് മഹിമേ, നീ ആപത്തിൽ ചെന്ന് ചാടരുത് എന്നൊക്കെ പറയുമ്പോഴേക്കും, ആരാണിത് വിളിക്കുന്നതെന്ന് മഞ്ജു ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഇത് സന്തോഷമാണെന്ന് പറയുന്നത് കേട്ടോ. മുകുന്ദൻ, സന്തോഷോ? എന്നാൽ സന്തോഷിനെ ഞാനൊന്ന് പരിചയപ്പെടട്ടെ. അപ്പോൾ ഉടൻ തന്നെ അവിടെ ഫോണ് കൊടുക്കില്ല കേട്ടോ. അങ്ങനെ മഞ്ജു ഫോണ് പിടിച്ചു വലിക്കുകയാണ്. മഹിമേ, നീ എവിടെയാണ്? നീ ചെയ്യുന്നത് എന്താണെന്ന് നിനക്കറിയോ? നിൻ്റെ ഭർത്താവ് ഒരു മജിസ്ട്രേറ്റ് ആവാൻ പോകുന്നതാണ്. ലീഗലി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അതറിയില്ലേ? പിന്നെ ഞാനൊരു പോലീസുകാരിയാണ്. എന്നിൽ നിന്ന് നീ ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ നിന്നെ ഞാൻ പൂട്ടും, അത് ഉറപ്പുള്ള. ചേച്ചി എന്നെ പൂട്ടിക്കോ, ചേച്ചി എന്നെ പിടിച്ചോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ ഇനിയും ചേച്ചിയെ കാണാൻ വരും. പക്ഷേ ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ചേച്ചിയോട് എനിക്ക് ഒരുപാട് സ്നേഹം ഉണ്ട് ഇപ്പോൾ. കാരണം എൻ്റെ ചേച്ചി എന്നോട് കാണിക്കുന്ന ആത്മാർത്ഥതയുണ്ടല്ലോ, അതെനിക്ക് തിരിച്ചറിയാം. ഇന്ന് അവിടെ ഓണത്തിന് വന്നപ്പോൾ കഴിഞ്ഞു എന്ന് പറയുന്നിട്ടാ. അത് കേൾക്കുന്ന മഞ്ജു ചെറുതായി ഒന്ന് പതറുന്നുണ്ട് കേട്ടോ. പിന്നീട് ഫോൺ കട്ട് ചെയ്യാണ്. ഇതേ സമയം ഇങ്ങനെ മുകുന്ദനോട് പറയണം, മുകുന്ദൻ നീ ചെയ്യുന്നത് ശരിയല്ല, ഇതൊക്കെ തെറ്റാണ്, ഒരു ജയിൽ ചാടിയ ഒരു പെണ്ണാണ് അവൾ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, പിന്നെ അവളുടെ അവസ്ഥ വെച്ച് അവൾ എന്താ ചെയ്യേണ്ട മഞ്ജു, നീ ഒന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും മിണ്ടാതെ പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പ്രീതിയാണ്. പ്രീതി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗിരി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ പ്രീതി പറയണേ, പ്രീതിയോട് ചോദിക്കണേ, നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് ഓണം ആഘോഷിക്കാൻ പറ്റിയില്ലേ, ഇനി എന്താ വേണ്ടത്, നീ പെട്ടെന്ന് കാനയിലോട്ട് പോയോ? അപ്പോൾ ഉടനെ എന്താ കുറേ ഗുണ്ടകൾ വന്നിട്ട് ഇവിടെ ഓണം ആഘോഷം, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് പോലെയുള്ള ഒരു ഓണാഘോഷം എനിക്ക് നടത്താൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണ്ടേ. എന്ത് കാര്യം? അപ്പോൾ ഉടൻ തന്നെ ഗിരി പറയുകയാണെങ്കിൽ, നീ ഒരു കാര്യം പറയണ്ട, നീ പറഞ്ഞതുപോലെ ഓണം ആഘോഷിച്ചു, ഇനി നിനക്ക് ഇവിടെ കാനഡയിൽ നിന്ന് പോകാമെന്ന് പറയുമ്പോൾ, ആഹാ അങ്ങനെയാണോ, എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുകയാണെന്ന് ഗിരിയോട് ചോദിക്കുമ്പോൾ ഗിരി പറയണേ, എന്നെ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ ഞാൻ മഞ്ജുവിനോട് ആ സത്യം അങ്ങ് പറയും. അത് കേട്ടിട്ടാണ് മഞ്ജു വരുന്നത്. എന്ത് സത്യം എന്ന് ചോദിക്കാൻ കേട്ടോ. അത് മഞ്ജു, നിൻ്റെ ഭർത്താവ് നീ ഇല്ലാത്ത സമയം നോക്കി ഒരു ദിവസം ഇവിടെ എന്താ നീ പറയുന്നത് ഗിരിയേട്ടാ, എന്താ ഇവള് പറയുന്നത്? ഗിരി പതറുന്നു കേട്ടോ. എന്താ ബാക്കിയുള്ളത് പറ എന്ന് പറയുമ്പോൾ മഞ്ജു, നിന്നോടൊരു തെറ്റ് ചെയ്തു എന്ന് പറയണ്ട. ഇതേ സമയം ഗിരിയേട്ടൻ, എന്താ ഇവള് പറയുന്നത്? അതെ, ഇവള് ഈ നിന്നോട് നിൻ്റെ ഗിരിയേട്ടൻ എന്ന് പറയുന്ന ആത്മാർത്ഥ സ്നേഹമുള്ള നിൻ്റെ പുരുഷനോടില്ലേ, അയാൾ എന്നോടൊരു തെറ്റ് ചെയ്തു, സോറി നിന്നോടൊരു തെറ്റ് ചെയ്തു എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്നതിനോടുകൂടി എന്ത് തെറ്റാ ചെയ്തതെന്ന് വീണ്ടും ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ പറയാണ്, അത് അന്ന് മദ്യപിച്ചിട്ട് മഹിമ ഹോസ്പിറ്റലായ ദിവസമില്ല, അന്ന് മദ്യപിച്ച് ഇവിടെ വന്നു എന്നങ്ങ് പറയണ കേട്ടോ. മഞ്ജു മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ട് ഗിരി മദ്യപിച്ചിരിക്കുന്നു എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്നതിനോട് കൂടി ഗിരി ആകെ പേടിച്ചു പോയി. അവിടെ വെച്ച് അതങ്ങ് സ്റ്റോപ്പ് ചെയ്യാണ്. ഓ, ഇതാണോ ഇത്ര വലിയ കാര്യം? ഗിരിയേട്ടാ, എന്തായാലും ഇനി മദ്യപിക്കാതെ ഇരുന്നാൽ മതി, ഇതൊരു തെറ്റൊന്നുമല്ല. ഗിരിയേട്ടൻ ഞാൻ അതിച്ചിട്ട് വഴക്കൊന്നും പറയില്ല എന്നും പറഞ്ഞിട്ട് എന്ന് അവിടെ നിന്ന് പ്രീതി പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് എന്താ നീ പോകുന്നില്ലേ, ജോലിക്ക് സമയമായില്ല മഞ്ജു, നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഗിരി പറഞ്ഞു വിടുകയാണ്. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് പ്രീതിയുടെ അരികിലോട്ട് ഗിരി ചെല്ലാണ്. അപ്പോൾ നീ എന്നെ അത് വെച്ച് ഭീഷണിപ്പെടുത്താൻ നോക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് മുന്നും പിന്നെ ഇല്ലടി, നീ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് എൻ്റെ കൈകൊണ്ട് കിട്ടാൻ പോകുന്ന ശിക്ഷ അത് അതിലപ്പുറമായിരിക്കും, നീ വിചാരിക്കുന്നത് അപ്പുറമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതൊക്കെ നിങ്ങൾ വെറുതെ എന്നെ ഭീഷണിപ്പെടുത്താൻ, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? കാനഡയിലോട്ട് പോവാണ്. നാളത്തെ ഒരു ദിവസം നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് മുന്നിൽ ചിലവഴിക്കാൻ പറ്റുമോ? അത് കേൾക്കുന്ന ഗിരി, നീ മനഃപൂർവ്വം എന്നെ ഇത് വെച്ച് വിലപേക്ഷിക്കുകയാണ്, എന്നാലും നടക്കത്തില്ല. നടക്കണമല്ലോ, നടക്കണം. നടക്കുന്ന
കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നടന്നില്ലെങ്കിൽ ഞാൻ മഞ്ജുവിനോട് എല്ലാ കാര്യങ്ങളും പറയും. പിന്നീട് മഞ്ജുവിൻ്റെ ആ ഒരു സ്വഭാവം എന്തായിരിക്കും എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തോടു കൂടി പെരുമാറുമ്പോൾ ഗിരി ശരിയെന്ന് സമ്മതിക്കേണ്ടി വരികയാണ് കേട്ടോ. അങ്ങനെ തൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യം ഇതായിട്ട് പ്രീതിയുടെ ആ ഒരു ഇതിൽ ഗിരി എന്ന് സമ്മതം മൂളുന്നു കേട്ടോ. പക്ഷേ അത് തൻ്റെ മനസ്സിന് നല്ല കുറ്റബോധമുണ്ട്. പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത്. മഞ്ജു കിച്ചണിൽ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ പ്രീതി പറയും, ഞാൻ സഹായിക്കണം, നിൻ്റെ ഒരു സഹായം വേണ്ട, വെട്ടിയും കെട്ടി നീ വേഗം കാനഡയിലോട്ടൊന്ന് പോയി കിട്ടിയാൽ മതി, അല്ലാതെ നിൻ്റെ ഒരു സഹായം വേണ്ട എന്ന് പറയുന്നു കേട്ടോ. ആ സമയം ഉടൻ തന്നെ നീ എന്താ അങ്ങനെ പറയുന്നത്, അങ്ങനെ പറയല്ലേ എന്ന് പറയട്ടോ. പിന്നെ ഞാൻ എങ്ങനെ പറയണം, അല്ല നീ എൻ്റെ ഭർത്താവിനെ ഇവിടെ ഒരുപാട് തട്ടിയെടുക്കാൻ ശ്രമിച്ചില്ലേ, എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിലൊരു വീട് എടുക്കാൻ ശ്രമിച്ചില്ലേ, എന്നിട്ട് നിനക്ക് എന്താ കിട്ടിയത്, ഒന്നും കിട്ടിയില്ല, എൻ്റെ ഗിരിയേട്ടനെ എനിക്ക് നന്നായി അറിയാം, അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കണ്ട. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രീതിക്ക് ദേഷ്യം പിടിക്കണം. പ്രീതി പറഞ്ഞു, അത് നിൻ്റെ തോന്നലാണ് മഞ്ജു, നിൻ്റെ ഭർത്താവ് നിൻ്റേതെന്ന ഒരു വിചാരം നിനക്കുണ്ട്, എന്നാൽ നിൻ്റെ കണക്ക് കൂട്ടലിൽ തെറ്റാണ് എന്ന് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന മഞ്ജു എന്താ തെറ്റ് എന്ന് ചോദിക്കണം. അതെ, നാളെ നിൻ്റെ ഗിരിയേട്ടൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്കൊപ്പം വരുന്നത് കാണണോ? ആളുകളൊക്കെ പറയുന്നത് പോലെ സ്വന്തം അച്ഛനെ കൊന്ന അയാളെ തന്നെ ഭർത്താവാക്കി സ്വീകരിച്ചതിൽ എനിക്കത്ര ഇതൊന്നും തോന്നുന്നില്ല. പിന്നെ അതുമല്ല, ഗിരിയുടെ അച്ഛനെ കൊന്നത് ഈ പറയുന്ന നിൻ്റെ അച്ഛനും കൂടിയിട്ടാണല്ലോ. അതൊക്കെ എന്തായാലും ഇവരുടെ മനസ്സിലുണ്ടാവും. ഇപ്പോൾ നിന്നോട് കാണിക്കുന്നതൊക്കെ ഒരു പുറമോടിയാണ്, അല്ലാതൊന്നുമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും ഇങ്ങനെ സംസാരം തുടരുകയാണ് കേട്ടോ. അപ്പോൾ ഈ സംസാരം ഇങ്ങനെ കേൾക്കുമ്പോൾ മഞ്ജുവിന് ഇങ്ങനെ ദേഷ്യം പിടിക്കണ്ട. എന്നിട്ട് പറയണം, ഞാൻ പറയുന്നു നാളെ മുഴുവൻ നിൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ടാവും. എന്താ നിനക്ക് സംശയമുണ്ടോ? എന്നോട് സ്നേഹമൊക്കെ കാണിക്കുന്നത് അതൊരു കപടമാണ്, അല്ലാതെ ആത്മാർത്ഥ സ്നേഹം എന്നല്ല ഗിരിയുടെ എന്ന് പറയുമ്പോൾ മഞ്ജുവിൻ്റെ മനസ്സ് പതറുന്നു കേട്ടോ. നീ കണ്ടോ എനിക്കൊപ്പം ഗിരി വരുന്നത്, ഗിരിയേട്ടൻ നിന്നെയല്ല സ്നേഹിക്കുന്നത്, എന്നെയാണ്, നിന്നോടുള്ള സ്നേഹം അതൊരു കപടം സ്നേഹമാണ് എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു ഒന്ന് പതറുന്നു കേട്ടോ. പിന്നീട് മഞ്ജു റൂമിൽ ചെല്ലുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുന്നു. റൂമിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഗിരി ഇങ്ങനെ ഒരുങ്ങാണ്. അപ്പോൾ തന്നെ മഞ്ജു ചോദിക്കുക, ഗിരിയേട്ടൻ എങ്ങോട്ടാണ് പോകുന്നത്? ഇതെന്താ മഞ്ജു നീ പതിവില്ലാത്തൊരു ചോദ്യം? ആ പറച്ചിൽ തന്നെ ഒരു പതർച്ചയുണ്ട് കേട്ടോ. എന്നിട്ട് തൻ്റെ മനസ്സിനോട് തന്നെ ഇങ്ങനെ ഗിരി ഇങ്ങനെ ചോദിച്ച് നിൽക്കുന്നുണ്ട്, ഇതെന്താ ഞാൻ ചോദിക്കുന്നതിന് പെട്ടെന്ന് ഉത്തരം പറയാത്ത എന്നിങ്ങനെ പറയുമ്പോൾ, എന്താ മഞ്ജു നീ പറയുന്നത്? ഞാൻ എന്നും പോകുന്നത് പോലെ എൻ്റെ ജോലിക്ക് പോകുന്നു, അല്ലാതെ എന്ത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അങ്ങനെയാണോ? ഗിരിയേട്ടനെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ആയി തോന്നുന്നില്ലല്ലോ, ഇതെന്താ നീ എങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഗിരിയുടെ മുഖത്തൊരു പരിഭ്രാന്തിയൊക്കെ ഉണ്ട്. മഞ്ജുവിനെ ഇങ്ങനെ നോക്കി കുറ്റബോധത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ മഞ്ജു ആണെങ്കിലോ ഗിരിയേട്ടന് എന്തൊക്കെയോ എന്നോട് പറയാനുള്ളതുപോലെ, ഒരു വിഷമമുള്ളതുപോലെ, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് ഗിരിയേട്ടന് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. എന്തായാലും അതൊന്ന് എന്താണെന്ന് അറിയുന്നത് നല്ലതാണ്. എന്തായാലും ഇങ്ങനെ പറയുമ്പോൾ ഗിരി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇവളുടെ ഇരയാവുന്നതിലും നല്ല എൻ്റെ മഞ്ജുവിനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞ് കാര്യങ്ങളങ്ങ് പറഞ്ഞ് കുറ്റബോധം കൊണ്ട് അവളുടെ മുന്നിൽ കെഞ്ചുകയാണ് നല്ലത്, അതോ ഇനിയിപ്പോൾ പ്രസവശേഷം മതിയോ? അപ്പോഴേക്കും മഞ്ജു, ഗിരിയേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ ഗിരി ഇങ്ങനെ ഞെട്ടലോടുകൂടി നിൽക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിന്നിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും പ്രീതി ഗിരിയെ ആ ഒരു ദിവസം കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി പ്രീതിക്ക് കിട്ടും കേട്ടോ.